ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കെ കൃഷി ഇടയ്ക്ക് വെച്ച് പറയുകയാണ്, എനിക്ക് മതി, വിശപ്പില്ല എന്ന്. എന്നാൽ കൺമണി അതിന് സമ്മതിക്കുന്നില്ല. ഇനി നിറയെ മരുന്നുകളൊക്കെ കഴിക്കേണ്ടതാണ്, അതുകൊണ്ട് ആഹാരം കഴിക്കാതിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് കൃഷിനെ നിർബന്ധിച്ച് ആഹാരമൊക്കെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷ് തനിക്ക് കഴിക്കേണ്ടെന്ന് തന്നെ പറയുകയാണ്. കൃഷ് ആകെ മൂഡ് ഓഫ് ആയിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, സാർ ഇവിടെ ഒന്നും അല്ലല്ലോ, എന്താ ആലോചിക്കുന്നത്? അപ്പൊ കൃഷി വിഷമത്തോടെ പറയുന്നു, എന്നാലും പോകാൻ നേരം അമ്മ എന്തുകൊണ്ടായിരിക്കും എന്നോട് പറയാതെ പോയത്? അമ്മ എന്നോട് ഒരിക്കലും പറയാതെ പോവാറില്ല. ഇപ്പൊ അങ്ങനെ പോയെന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു മിസ്സിംഗ് എന്നോ ഗ്യാപ്പ് എന്നോ എന്തു വേണമെങ്കിലും പറയാം, എന്തോ നഷ്ടപ്പെട്ടതുപോലെ. എന്റെ ഓർമ്മ വച്ച നാള് മുതലേ അമ്മയുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥന. കൃപയെ പോലും അമ്മ കൂടുതൽ ലാളിക്കുന്നത് എനിക്ക് സഹിക്കില്ല. എന്റെ അമ്മ എന്ന് പറഞ്ഞാ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ്. ഞാനും സാഗറും കൂട്ടുകാരെ പോലെയാ. പക്ഷെ അമ്മ എനിക്ക് അച്ഛനേക്കാളും ഒരു പടി മുകളില. അമ്മയ്ക്ക് എന്നോടും അതുപോലെ തന്നെ. കൃഷി ഇങ്ങനെയെല്ലാം ഇമോഷണലായി സംസാരിക്കുമ്പോൾ കൺമണി ചോദിക്കുകയാണ്, അമ്മ പറയാതെ പോയതിന് ഇത്രയധികം ഇമോഷണൽ ആവേണ്ട കാര്യമുണ്ടോന്ന്. എന്നാൽ കൃഷി പറയുന്നത്, എന്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ അല്പം പൊസസീവാ, ഇത്രയും ടെൻഷൻ ഉണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയൊന്ന് വിളിച്ച് സംസാരിച്ചാൽ പോരെ, പ്രശ്നം തീരില്ലേ എന്ന് കൺമണി ചോദിച്ചപ്പോ കൃഷിനും അത് ശരിയാണെന്ന് തോന്നുകയാണ്. തുടർന്ന് തന്റെ ഫോണിൽ നിന്നും സുജാതയെ കോൾ ചെയ്യുന്നു. എന്നാൽ സുജാത കൃഷിന്റെ കോള് കണ്ടിട്ടും കോൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. രണ്ടാമതും വിളിച്ചു നോക്കുന്നുണ്ട്, എന്നിട്ടും സുജാത കോൾ എടുക്കുന്നില്ല. കൃഷി അത് കാണുമ്പോൾ സങ്കടത്തോടെ കൺമണിയോട് പറയാണ്, അമ്മ കോൾ എടുക്കുന്നില്ല. ഇനി ഞാൻ അറിയാതെ അമ്മയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവോ കൺമണി? അതുകൊണ്ടായിരിക്കും എന്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തത്. കൃഷിന്റെ ടെൻഷൻ കാണുമ്പോൾ കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ. സാറ് ഹോസ്പിറ്റലിൽ ആയപ്പോൾ മുതൽ ആ പാവ അമ്മ ഈ മുറിയുടെ മുമ്പിൽ ഉറങ്ങാതെ കാവലിരിക്കുകയായിരുന്നു. രാവിലെ ആയപ്പോൾ നല്ല തലവേദന വന്നിട്ടാണ് പോയത്. ഒന്നുകിൽ വീട്ടിലിപ്പോ നല്ല റെസ്റ്റ് എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ ഫോൺ കാണില്ല. ഇതിനൊന്നും ഇത്രമാത്രം വിഷമിക്കല്ലേ. അമ്മ ഫോൺ കണ്ടു കാണില്ല, കണ്ടാൽ തീർച്ചയായും ഇങ്ങോട്ട് വിളിക്കും. ഇപ്പോഴേ സമാധാനമായിട്ട് ഈ ഫുഡ് കഴിക്കാൻ പറഞ്ഞ് കൃഷിനെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുകയാണ് കൺമണി. പക്ഷെ കൃഷ് ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലെന്ന് തന്നെ പറയുകയാണ്. കൺമണി നിർബന്ധിച്ചിട്ടും കൃഷി കൂട്ടാക്കുന്നില്ല. ഞാൻ കഴിച്ചോളാം, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറയുകയാണ്. എനിക്കിപ്പോ ഒന്ന് ഉറങ്ങണം, നല്ല ക്ഷീണമെന്ന് കേൾക്കുന്നതും കൺമണി ഡോക്ടറെ വിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൃഷി പറയും, ശരീരം ക്ഷീണിക്കുന്നത് എപ്പോഴാണെന്ന് കൺമണിക്ക് അറിയൂ, മനസ്സ് തകരുമ്പോൾ. പക്ഷെ അതൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മാറിക്കോളെന്ന് പറഞ്ഞ് കൃഷി ഉറങ്ങാൻ തുടങ്ങുകയാണ്. കണ്ണുകൾ പകുതി അടഞ്ഞ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും കൃഷി കൺമണിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, അമ്മ ഒരുപക്ഷെ ഇപ്പോൾ വിളിക്കുമായിരിക്കും. ഞാൻ ഉറങ്ങിപ്പോയാലും സാരമില്ല, നീ എന്നെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്തി ഇപ്പോൾ തരണം കേട്ടോ. കൃഷിന്റെ വാക്കുകളിലെ ആകാംക്ഷ മനസ്സിലാക്കി ശരി, ഞാൻ വിളിക്കാമെന്ന് കൺമണി ഉറപ്പും നൽകി. അതിനുശേഷം കാണിക്കുന്നത് ലാപ്ടോപ്പ് സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്ന തന്റെയും ബലരാമന്റെയും ചിത്രങ്ങളിലേക്ക് മാനസ കുറച്ചു നേരം നോക്കി നിന്നു. ഫോട്ടോകൾ പലതവണ അടുപ്പിച്ചു വെച്ച് നോക്കിയിട്ടും എന്തോ ഒരു അപൂർണത മാനസയ്ക്ക് തോന്നുകയാണ്. ഒടുവില് മാനസ പെറുപെറുക്കുകയാണ്, എങ്ങനെ ചേർത്ത് വെച്ചിട്ടും നമുക്കിടയിൽ ഒരു ചേർച്ചയും ഇല്ലല്ലോ ബലരാമ. എങ്ങനെ ചേർച്ച ഉണ്ടാവും? നിങ്ങളൊരു ചതിയന്. പിന്നീട് മാനസ ബലരാമന്റെ ചിത്രം മാറ്റി കൃഷിന്റെ ഫോട്ടോ അവിടെ ചേർത്ത് വെച്ചു. എന്നിട്ട് കൃഷിന്റെ ഫോട്ടോയിൽ നോക്കി പറയുകയാണ്, എന്താ മോനെ ഒരു മൂഡ് ഓഫ്? കല്യാണം മുടങ്ങിയതിന്റെയാണോ? എന്തൊക്കെയാണെങ്കിലും നീ ഒരു ചുള്ളനാ കേട്ടോ. ഇത് പെട്ടെന്ന് തോന്നിയതല്ലാന്ന് നിനക്കറിയാലോ. ഈ മാനസയുടെ മനസ്സിനെ ചെറുപ്പം തൊട്ടേ നീ ഉണ്ടായിരുന്നു. നിനക്ക് വേണ്ടി, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു, കുറെയൊക്കെ നിനക്കും അറിയാലോ. വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതല്ലേ നമ്മുടെ. പക്ഷെ നീയാണ് ഞാൻ അടുക്കും തോറും എന്നിൽ നിന്നും അകന്നു പോയത്. ഒരു പെണ്ണിന്റെ മനസ്സിൽ അവൾ ഒരിക്കലും മറക്കാതെ കൊണ്ട് നടക്കുന്നത് അവളുടെ ആദ്യത്തെ പ്രണയമായിരിക്കും. എനിക്കെന്നും അത് നീയായിരുന്നു. എന്റെയും ബലരാമന്റെയും വിവാഹം സുമിത്രാന്റിയുടെ വാശിക്കുണ്ടായതാണ്. അപ്പോഴും നിന്റെ കൂടെ ജീവിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ് കൃഷ്. ഇങ്ങനെയെല്ലാം കൃഷിന്റെ ഫോട്ടോയിൽ നോക്കി മാനസ തനിയെ പറയുകയാണ്. ശേഷം ജയമോഹന്റെയും ഹേമയുടെ അടുത്ത് നിന്നിട്ട് മാനസ പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. രണ്ടുപേരും എന്നോടൊന്ന് സഹകരിക്കണം. അങ്ങനെ ചെറിയൊരു ബൗളിൽ 2 പേപ്പർ തുണ്ടുകൾ പേരെഴുതി മടക്കിയിട്ടിട്ട് അതിലൊന്ന് എടുക്കാൻ പറയുകയാണ് അവരോട്. ഇതെന്താണ്, നറുക്കെടുപ്പാണോ എന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ, അതെ, ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ നറുക്കെടുപ്പ്. അരിയൊക്കെ ഞാൻ പിന്നെ പറയാം. തൽക്കാലം അച്ഛനും അമ്മയും ഓരോന്ന് നറുക്കെടുക്കും. അങ്ങനെ ജയമോഹൻ അതിൽ നിന്ന് വരണ എടുത്ത് തുറന്നു നോക്കി മാനസ കൃഷ് എന്ന് വായിക്കുന്നുണ്ട്. പിന്നീട് മാനസ ഹേമയോട് വരണ എടുക്കാൻ പറയുന്നു. ഹേമയും എടുത്ത് വായിച്ചപ്പോ അതും മാനസ കൃഷ് എന്ന് തന്നെ. രണ്ടുപേരും എടുത്തത് ഒന്ന് തന്നെ ആയതുകൊണ്ട് മാനസ സന്തോഷത്തോടെ അറിയിക്കുന്നുണ്ട്, അപ്പൊ അച്ഛന്റെ അമ്മയുടെയും അനുഗ്രഹം എന്റെ തീരുമാനത്തിലുണ്ട് എന്ന്. എന്നാൽ ഹേമയ്ക്കും ജയമോഹന് കാര്യം മനസ്സിലാകുന്നില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി മാനസ ആ ബൗളിൽ ഉണ്ടായിരുന്ന ബാക്കി പേപ്പർ തുണ്ടുകൾ കൂടെ അവർക്ക് നേരെ കാണിച്ചു. അതിൽ മാനസ ബലരാമൻ എന്നാണ് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത്. ശേഷം മാനസ അവരോടായിട്ട് പറയുകയാണ്, ഞാൻ വലിയൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്റെ ജീവിതത്തിലേക്ക് ഈ 2 പേരിൽ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. പക്ഷേ
ഇപ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നു. എനിക്കിനി ഒട്ടും സംശയമില്ല. എന്റെ മനസ്സിലെ അതേ തീരുമാനം തന്നെയാണ് നിങ്ങളും സെലക്ട് ചെയ്തത്. സോ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യനെയാണ്. അവനായിരിക്കും എന്റെ ലൈഫ് പാർട്ട്ണർ. ഇത് കേട്ട് ജയമോഹൻ ഞെട്ടലോടെ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? കൃഷിന്റെയും കൺമണിയുടെയും വിവാഹം മാറ്റിവെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അധികം താമസിയാതെ അത് നടക്കുമല്ലോ. എന്നാൽ മാനസ പറയുന്നത് ഇങ്ങനെയാണ്, നടക്കും, പക്ഷെ അത് നടക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഹേമയും ഉപദേശിക്കുന്നുണ്ട് മാനസയെ, മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇതൊന്നും ഒരു കാരണവശാലും നടക്കാനും പോകുന്നില്ല. സാഗർ അതിനോട്ട് സമ്മതിക്കുകയില്ല. എന്നാൽ അത് കേട്ട് മാനസ ചോദിക്കുന്നത്, ഈ പറഞ്ഞ സാഗർ സമ്മതിച്ചില്ലെങ്കിൽ ഭൂമി കറങ്ങില്ലേ, സൂര്യൻ ഉദിക്കില്ലേ? ഇത് രണ്ടും നടക്കുമെങ്കിലേ കൃഷ്ണനെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യും. അച്ഛൻ തന്നെ പറ. അച്ഛനേറ്റ ആ നാണക്കേട്ടിന് പകരം വീട്ടുണ്ടേ നമുക്ക്. അതിന് ഇതിനേക്കാൾ നല്ലൊരു മാർഗമുണ്ടോ? മാനസയുടെ ആ ചോദ്യം കേട്ട് ജയമോഹൻ പറയുന്നത്, നീ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ്. എന്നാൽ ഹേമ പറയും, മോളെ നീ കൃഷ്ണന്റെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ തടസ്സമൊന്നും നിൽക്കില്ല. പക്ഷെ ബാക്കിയുള്ള തടസ്സങ്ങളെ നീ എങ്ങനെയാ മാറ്റുക? മാനസ അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ് ഹേമയ്ക്ക്, അമ്മേ, കുറച്ചു നാൾ മുമ്പ് വരെ നമുക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു. പാതിരാ നേരത്തെ മദ്യപിച്ച് നാട്ടുകാരെ ചീത്ത വിളിച്ച് വീടിന്റെ വാതിലൊക്കെ ചവിട്ടി പൊളിച്ചു വരുന്ന ഒരുത്തൻ. അതമ്മയ്ക്ക് ഓർമ്മയില്ലേ? അയാളൊരു ശല്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ അച്ഛൻ ആദ്യം ചെയ്തത് എന്താ? ഹൗസ് ഓണറോട് വിളിച്ചു പറഞ്ഞു അയാളെ പറഞ്ഞുവിടാൻ. അപ്പൊ അയാൾ തർക്കിച്ചു. അപ്പൊ അച്ഛൻ വാർഡ് കൗൺസിലറെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അയാളും കൈയൊഴിഞ്ഞു. പിന്നെ അച്ഛൻ എന്താ ചെയ്തത്? അച്ഛന്റെ ആളുകളെ രംഗത്തിറക്കി. അച്ഛന്റെ ആളുകൾ നന്നായി കൈകാര്യം ചെയ്തു. ഇനി ഈ നാട്ടിൽ നിന്നാൽ കൊല്ലപ്പെടുമെന്ന് തോന്നിയത് കൊണ്ട് അയാൾക്ക് രായ്ക്ക് രാമനും കെട്ടുകെട്ടി പോകേണ്ടിയും വന്നു. ആ ബുദ്ധി ആരുടെ തലയിൽ നിന്ന് ഉദിച്ചത്? എന്റെ അച്ഛന്റെ തലയിൽ നിന്ന്. ആ രക്തത്തിൽ പിറന്നവളല്ലേ ഞാനും. ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് മാനസ ജയമോഹന് മനസ്സിലാകാതിരിക്കുമോ അമ്മേ? അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. രണ്ടുപേർക്കും ഇതിൽ ഒരു സ്ട്രെയിനും ഉണ്ടാവില്ല. എനിക്ക് വേണ്ട വഴി ഞാൻ തന്നെ വെട്ടിയെടുത്തോളാം. കൺമണി കൃഷ് പ്രണയം സത്യമായിരിക്കും, പക്ഷേ മാനസ കൃഷ് ജീവിതമാണ് ഉണ്ടാകാൻ പോകുന്നത്. സോ ദ ഫൈറ്റ് ബിഗിൻസ്. ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വിവാഹത്തിന് അനുവാദം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അനുവാദവും അനുഗ്രഹവും ഒരുമിച്ച് തന്നാൽ മതി. മാനസ ഇത്രയും പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോകുമ്പോ ഹേമ ജയമോഹനോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാ ഇവള് പറയുന്നത്? ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യങ്ങളുമാണോ? അപ്പൊ ജയമോഹൻ, ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പ്രണയം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവിക. പ്രണയിക്കുന്ന ആളിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അവൾ ഇത്രയും കാലം കൃഷ്ണനെ ആഗ്രഹിച്ചതല്ലേ, അത് അവൾ നടത്തിയെടുക്കുമെങ്കിൽ ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കും. താനും നിൽക്കണം. അങ്ങനെ പറയുകയാണ് ജയമോഹൻ ഹേമയോട്. അതിനുശേഷം കാണിക്കുന്നത് ബലരാമൻ സുജാതയെ വിളിക്കുകയാണ്. സുജാത ബലരാമനോട് തിരക്കുന്നുണ്ട്, നീ എവിടെയാണെന്ന്. അപ്പൊ ബലരാമൻ അറിയിക്കും, ഞാനിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അമ്മേ. നിനക്ക് സുഖമാണോ എന്നുള്ള സുജാതയുടെ ചോദ്യത്തിന്, അതെന്ത് ചോദ്യം അമ്മേ? എനിക്കിപ്പോ സുഖം, സ്വസ്ഥം. അല്ല, കൃഷ്ണനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് കേൾക്കുന്ന ബലരാമൻ, അമ്മ അവന്റെ അടുത്ത് പോയില്ലേ എന്ന് ചോദിക്കുമ്പോ, പോയെന്നും, ഞാനിപ്പോ തിരിച്ചു വന്നതേ ഉള്ളൂ. അവിടെ പിന്നെ കൺമണി ഉണ്ടല്ലോ എന്നെല്ലാം ബലരാമൻ ഉത്തരം നൽകുകയാണ്. സുജാത, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് സ്നേഹത്തോടെ ചോദിച്ചപ്പോ, ഇല്ലെന്നും, ഫ്ലാറ്റിൽ എത്തിയിട്ട് വേണം കഴിക്കാൻ, അല്ലെങ്കിലും കഴിക്കാനുള്ള സമയം ആകുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇന്ന് ഓഫീസിൽ നല്ല ഹെക്ടിക് ഡേ ആയിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ ഫ്ലാറ്റിലെത്തിയിട്ട് അമ്മയൊന്ന് വിളിക്കണം. ഉടനെ സുജാത ചോദിക്കുകയാണ് ബലരാമനോട്, നീ ഈ തിരക്കൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എപ്പോഴാ എന്നെ കാണാൻ വരുന്നത്? വരാമെന്നും, കുറച്ച് ജോലി കൂടെ എനിക്ക് ബാക്കിയുണ്ട്, അത് അത്യാവശ്യമായിട്ട് തീർക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ബലരാമന്റെ മറുപടി കേട്ട് സുജാത ഉപദേശിക്കുകയാണ് ബലരാമനെ, മതി നിന്റെ ഈ തിരക്കും ഓട്ടോ ഒക്കെ. നീ ഇങ്ങോട്ട് വാ. ഇവിടെ വന്നാലും നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് അന്യനാട്ടിൽ കഴിയുന്നത്? അപ്പൊ ബലരാമൻ പറയുന്നത്, ഇവിടെ ഞാനായിട്ട് കെട്ടിപ്പടുത്ത ഒരുപാട് കാര്യങ്ങളില്ലേ അമ്മേ, അതൊക്കെ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ ധൃതി കാട്ടരുത്. എന്തായാലും കൃഷി ഉണ്ടല്ലോ അവിടെ. ബലരാമനോട് എത്ര സംസാരിച്ചിട്ടും സുജാതയ്ക്ക് മതിയാകുന്നുണ്ടായിരുന്നില്ല. അവരങ്ങനെ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. അതേസമയം കൃഷ്ണ നല്ല വിഷമത്തിലാണ്. കൺമണി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കൃഷിന്റെ അടുത്ത്, എന്തു പറ്റി? ആകെ മൂഡ് ഓഫ് ആണല്ലോ. അത് പിന്നെ അമ്മയൊന്നും പറയാതെ പോയത്. അത് പതിവില്ലാത്തത്. അമ്മയ്ക്ക് എന്തോ പ്രയാസമുണ്ട് മനസ്സിൽ. കൃഷി ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് കണ്ടിട്ട് കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ അമ്മയ്ക്ക് നല്ല പ്രയാസമായിരിക്കും സാർ. മകന്റെ നിശ്ചയിച്ച വിവാഹം മാറ്റിവെക്കുക മാത്രമല്ലല്ലോ ഉണ്ടായത്, ആ മകൻ വെട്ടേറ്റ് ആശുപത്രിയിലുമായില്ലേ. ഏതമ്മയ്ക്കാ അത് സഹിക്കാൻ പറ്റുക? എന്നാൽ കൃഷി പറയുന്നത്, ഇത് അതൊന്നും അല്ല കൺമണി, എനിക്ക് അമ്മയെ അറിയാത്തതൊന്നും അല്ലല്ലോ. അമ്മയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് എന്നാണ്. ഇവിടെ സംസാരത്തിനിടയിൽ ബലരാമൻ സുജാതയോട് ചോദിക്കുകയാണ്, അമ്മേ, കൃഷിന്റെ വിവാഹം നീട്ടിവെച്ച കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. കൺമണി നമുക്കറിയാവുന്ന കുട്ടിയല്ലേ, അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. എന്തായാലും കൃഷിന്റെ വിവാഹത്തിന് അടുപ്പിച്ച് ഞാൻ അങ്ങോട്ട് എത്താം. അമ്മ ഇപ്പൊ കൃഷിന്റെ കാര്യം ശ്രദ്ധിക്കുക. പോരാത്തതിന് അച്ഛനും ആന്റിയമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ സുജാതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബലരാമൻ. സുജാത അങ്ങനെ ബലരാമനോട് സംസാരിക്കുന്ന നിമിഷത്തിൽ തന്നെ, കൃഷ്, ഞാൻ ഒന്നുകൂടെ അമ്മയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് സുജാതയെ ഫോൺ ചെയ്യാൻ തുടങ്ങുകയാണ്. കോൾ ഇപ്പൊ ബിസിയാണെന്ന് കേട്ട് കൃഷ്ണന് വീണ്ടും നിരാശ തോന്നുകയാണ്. എന്നാൽ അതിനും കൺമണി കൃഷ്ണനെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. അമ്മയുടെ ഫോൺ ബിസിയാന്ന് വെച്ച് അതിനിത്ര സങ്കടപ്പെടാത്ത കാര്യം എന്താ? വിവരങ്ങൾ അറിയാൻ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടാവും.
സംസാരിച്ചല്ലേ പറ്റൂ. സുജാതയാണെങ്കിൽ ഇവിടെ അതൊന്നും അറിയുന്നേ ഇല്ല. ബലരാമനോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എടാ, എനിക്കെന്തോ നിന്നോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മതിയാവാത്തതുപോലെ. എന്തായാലും മോൻ ചെന്ന് കുളിച്ചെന്തെങ്കിലും കഴിക്ക്, അമ്മ നാളെ വിളിക്കാം. അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് സുജാത സന്തോഷത്തോടുകൂടി ഫോൺ വെക്കുകയാണ്. ആ സമയത്ത് കൃഷി വീണ്ടും വിളിക്കുന്നുണ്ട് സുജാതയെ. റിംഗ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ കൃഷ്ണന് സന്തോഷമാകുന്നു. എന്നാൽ സുജാതയാണെങ്കിലോ ബലരാമനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സൊക്കെ ഒന്ന് തണുത്തിരുന്നു. ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് കൃഷിന്റെ ഫോൺ വരുന്നത്. എന്നാൽ ആ സന്തോഷത്തിനിടയിൽ ഫോൺ ബെല്ലടിക്കുന്നത് പോലും സുജാത അറിയുന്നുണ്ടായിരുന്നില്ല. കോൾ എടുക്കാത്തത് കാണുമ്പോൾ കൃഷിന് സങ്കടമാവുകയും ചെയ്യുന്നു. കൺമണി ഓരോന്ന് പറഞ്ഞ് കൃഷിനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ചിലപ്പോൾ അമ്മ വീട്ടിലെത്തിയതേ ഉണ്ടാവുള്ളൂ, ഓരോ തിരക്കിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ കൃഷിന് സമാധാനിക്കാൻ കഴിയുന്നില്ല. കൃഷിന്റെ വിഷമം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് കൺമണി തന്നെ സുജാതയോട് സംസാരിക്കുകയാണ് ഫോണിലൂടെ. സുജാത ആദ്യം ചോദിക്കുന്നത് കൃഷിന് എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ കൺമണിയും വിഷമത്തോടെ അറിയിക്കും, അമ്മയുടെ മോൻ ഒന്നും പറയുന്നില്ല, അതാണ് പ്രശ്നം. അമ്മ കൃഷി സാറിനോട് പറയാതെ വീട്ടിലേക്ക് പോയില്ലേ, അതിന്റെ പേരിൽ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇവിടെ ഇരിക്കുക. അതിന് സുജാത പറയുന്ന ന്യായീകരണം, മോള് കണ്ടതല്ലേ, എനിക്ക് നല്ല തലവേദന എടുത്തിരിക്കുകയായിരുന്നു, അതിനിടയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാ. അത് കേട്ട ഉടനെ കൺമണി അറിയിക്കുന്നുണ്ട്, അത് മാത്രമല്ല, അമ്മ പോയതിന്റെ കാര്യം പറയാൻ സാർ ഒന്നിലധികം വിളിച്ചിരുന്നു, അപ്പോഴും അമ്മ ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചില്ല എന്നൊക്കെയാ പറയുന്നത്. ഞാനത് ശ്രദ്ധിച്ചില്ലെന്നൊരു കള്ളം തട്ടിവിടുകയാണ് സുജാത. അപ്പോൾ ഇത് കേട്ട് കൺമണി, അമ്മ എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ അമ്മയുടെ മോനോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ, അമ്മ നേരിട്ട് തന്നെ കൃഷി സാറിനോട് പറയുന്നതായിരിക്കും നല്ലത്, ഞാൻ ഫോൺ കൊടുക്കാം. പിന്നീട് കൺമണി കൃഷിന് ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നാൽ കൃഷി പിണക്കം നടിക്കുകയാണ്, സുജാതയോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അത് കണ്ട് കൺമണിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും നേരം അമ്മ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ വിളിക്കുമ്പോ വേണ്ടാന്നാണോ പറയുന്നത്? കൃഷി ഇപ്പൊ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഞാൻ വിളിച്ചിട്ട് അമ്മ ഫോൺ എടുത്തോ? വേണ്ടപ്പെട്ടവര് വിളിക്കുമ്പോ ഫോൺ എടുത്തില്ലെങ്കിലുള്ള വിഷമം അമ്മ അറിയട്ടെ, അതുകൊണ്ട് എനിക്ക് ആരോടും സംസാരിക്കേണ്ട എന്ന് തന്നെ പറയുകയാണ്. കൺമണി പലതവണ നിർബന്ധിച്ചിട്ടും കൃഷി വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ കൺമണി പറയുകയാണ്, ആ എങ്കിൽ ശരി, ഞാൻ ഫോൺ കട്ടാക്കുകയാണ്. ഫോൺ കട്ടാക്കുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് കൃഷി പിന്നെ ആ വാശി മാറ്റി സംസാരിക്കാൻ തയ്യാറായത്. സുജാത കൃഷ്ണനോട് ചോദിക്കുകയാണ്, മോനെ കൃഷ്, നിനക്ക് എന്നോട് പിണക്കമാണോ? കൃഷി ഗൗരവത്തോടെ തന്നെ, അല്ല എനിക്കെന്ത് പിണക്കം എന്ന് പറഞ്ഞപ്പോ, അല്ല നീ കൺമണിയോട് പറഞ്ഞത് ഞാൻ കേട്ടു, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്, ഇപ്പോഴും മുഖമീർപ്പിച്ചിരിക്കുകയാണോ? നിന്റെ അമ്മക്കുട്ടിയല്ലേടാ ഞാനെന്നൊക്കെ പറഞ്ഞ് കൃഷിന്റെ പിണക്കം മാറ്റാൻ ശ്രമിക്കുകയാണ് സുജാത.